أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 122ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളായി നമ്മെ കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഈ മഹത്തായ തദ്രീബ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഈ മജ്ലിസിൻ്റെ കൂട്ടായ്മ, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഖൈറായ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. വീടില്ലാത്തവരുണ്ട്, അല്ലാഹു റാഹത്തും സമാധാനവും സന്തോഷവുമുള്ള വീട് നൽകട്ടെ. മക്കളില്ലാത്തവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. മക്കയിലും മദീനയിലും പോകാൻ ആഗ്രഹിച്ച് നടക്കില്ല എന്നുറപ്പിച്ച ആളുകൾ വരെയുണ്ട്. പക്ഷേ അല്ലാഹുവേ, തദ്രീബിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെല്ലാവരെയും മക്കയിലും മദീനയിലും എത്തിക്കണേ അല്ലാഹ്. നിനക്ക് അതിനൊക്കെ വളരെ സിമ്പിളായി പടച്ചവനെ സാധിക്കുമല്ലോ മക്കയിലും മദീനയിലും എത്താൻ. അല്ലാഹുവേ, ഒരുപാട് പേർ റബീഉൽ അവ്വൽ വരാനിരിക്കുന്നു. അല്ലാഹുവേ, ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ ഒന്ന് വന്നണയാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, തദ്രീബിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാക്കൾക്ക്, ഞങ്ങളുടെ ആലിമീങ്ങൾക്ക്, ഞങ്ങളുടെ സാദാത്യങ്ങൾക്ക്, ഞങ്ങളുടെ ഉമറാക്കൾക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും നീ ഇസ്സത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. അവരുടെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്ക് ഒരുപാട് കാലം ആസ്വദിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. പ്രിയപ്പെട്ടവരെ, 122ാമത്തെ ക്ലാസ്, 122. ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയാം. അതായത് അക്ഷരങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകൾ വൃത്തിയായി പറഞ്ഞു, അക്ഷരങ്ങളുടെ സിഫത്തുകൾ പറഞ്ഞു, ളിദ് ഉള്ളതും ഇല്ലാത്തതുമായി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ സിഫത്തുകളും അങ്ങനെ വിശദമായിട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയും വേറെയും സിഫത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം സാഹചര്യം വരുമ്പോൾ. ഇനി നമുക്ക് ഒരു 1-2 ക്ലാസ്സുകളിൽ പറയാനുള്ളത് അക്ഷരങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതോടുകൂടി ഫുൾ സ്റ്റോപ്പ് ഇടണം. പിന്നെ അക്ഷരങ്ങളെക്കുറിച്ച് ചർച്ചയില്ല. ഇനി എന്താ അക്ഷരങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, മലയാള അക്ഷരങ്ങളെ പോലെയല്ല അറബി അക്ഷരങ്ങൾ. അതിൻ്റെ എല്ലാം വ്യത്യസ്തമാണ്. ശബ്ദം ഉച്ചാരണം വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മലയാള അക്ഷരത്തിനോട് തീരെ സാദൃശ്യതയില്ലാത്ത കുറച്ച് അക്ഷരങ്ങൾ, 12 അക്ഷരങ്ങൾ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്, പരിശീലിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ പാടിയും പറഞ്ഞും നമ്മൾ എന്ത് ചെയ്യാണ്? പ്രാക്ടീസ് ചെയ്യാണ്. 12 അക്ഷരങ്ങളുടേത്. ഇപ്പോൾ അ എന്ന ഹർഫ്, അലം ചറ എന്നുള്ള അത് മലയാളത്തിലാകുമ്പോൾ അല്ല ആ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം.
ആന 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 ആനയാണ് മലയാളത്തിൽ, അറബിയിലാകുമ്പോൾ ആനയല്ല ആനയാണ്, നമുക്കറിയാം, നമ്മൾ കുറേ പറഞ്ഞതാണത്. അപ്പോൾ അങ്ങനെയുള്ള നേരത്തെ വ്യത്യാസം എല്ലാറ്റിലും ഉണ്ട്. തീരെ അടുത്ത് ഇല്ലാത്ത സാമ്യത തുല്യത തീരെ ഇല്ലാത്ത 12 അക്ഷരങ്ങളുടെ പ്രാക്ടീസ് ഈ 2-3 ക്ലാസ്സിൽ അത് പറഞ്ഞു തീരുന്നതോടുകൂടി പിന്നെ അക്ഷരങ്ങളെക്കുറിച്ച് ആർക്കും ഒരു 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 ഒന്നും ഉണ്ടാവാൻ പാടില്ല. മീൻസ് ക്ലിയറായിരിക്കണം. പക്ഷേ അതിനെന്ത് വേണമെന്നറിയോ? ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന സംഗതികൾ നമ്മളതുപോലെ ചെയ്യണം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, തജ്വീദിന് മറ്റെല്ലാ ഫന്നിൽ നിന്നും വ്യത്യസ്തമായി, മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറഞ്ഞു പഠിക്കുക തന്നെ വേണം. ഫിഖ് അല്ലേ, തസവൂഫ്, ഹദീസ്, തഫ്സീർ, ഇതൊക്കെ നമ്മൾ കേട്ടിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാവും. ഫിഖഹിൻ്റെ നല്ലൊരു മസ്അല അത് ശ്രദ്ധിച്ച് കേട്ടിരുന്ന് വേണമെങ്കിൽ 1-2 തവണ കേട്ടിരുന്നു കാര്യങ്ങൾ മനസ്സിലാവും. ഖുർആൻ നിയമങ്ങൾ പഠിച്ച് ശരിക്ക് കേട്ട് പഠിച്ചിരുന്നാൽ ഓതാൻ കഴിഞ്ഞോളുന്നില്ല. ഓതാൻ കഴിയണമെങ്കിൽ അതങ്ങനെ ഓതി ശീലിക്കണം. നമ്മളെപ്പോഴും പറയേണ്ടത്, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. ചുരുക്കത്തിൽ ഈ 12 അക്ഷരങ്ങളിൽ ഇന്ന് നമ്മൾ 4 അക്ഷരങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. 4 അക്ഷരങ്ങളുടെ പ്രാക്ടീസാണ് ഇന്ന് നടക്കുന്നത്. അതിൽ ഇന്ന് ഐൻ ഉണ്ട്, ഹ ഉണ്ട്, ഗൈനുണ്ട്, ഹ ഉണ്ട്. ഈ 4 ഹർഫുകൾ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളുള്ള ഖുർആനിലെ ആയത്തുകളുടെ ഭാഗം, ആ അക്ഷരങ്ങൾക്ക് ഫത്ഹ, കസ്റ, ദമ്മ, ശദ്ദ ഇതൊക്കെ വന്ന ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പറയും. അതിൻ്റെ കൂടെ നമ്മൾ പറയണം. ഇവിടുന്ന് ഞാൻ പറഞ്ഞു തരും, അത് കേട്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ഇനി അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ? എന്ത് നോക്കാം? ഓരോ അക്ഷരവും അതിനെ മഖ്റജ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തദ്രീബ് എന്ന കിതാബുണ്ടല്ലോ, ഇതിൽ മഖ്റജ് പറഞ്ഞിട്ടുണ്ട്. കിതാബ് കയ്യിലുള്ളവരൊക്കെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഈ കിതാബ് തുറന്നു വെച്ചിട്ടായിരിക്കണം ക്ലാസ് കേൾക്കേണ്ടത്. ഓക്കെ? മലയാള ഭാഷയിൽ തുല്യ ശബ്ദം ഇല്ലാത്തതിനാൽ തെറ്റായി ഉച്ചരിക്കാൻ സാധ്യതയുള്ള ചില അക്ഷരങ്ങൾ പ്രത്യേകം പരിശീലിക്കാം എന്നതാണ് 7ാമത്തെ പാഠത്തിൽ പറയുന്നത്. ആ പാഠത്തിൻ്റെ പേര് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ എന്നാകുന്നു. ഒന്നാമത് ഐനാണ്. ഐൻ എന്ന ഹർഫ് പല ആളുകൾക്കും ഇത് ഹംസയിലേക്കൊക്കെ പോകേണ്ടതേ. അൻഅംത അലൈഹിം എന്നുള്ളത് അൻഅംത അലൈഹിം ആകുന്നുണ്ട്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ആകുന്നുണ്ട്. മിൻ ജൂ എന്നത് മിൻ ജൂ എന്നാകുന്നുണ്ട്, ജൂ ആവുന്നുണ്ട്, ജൂ. അപ്പോൾ ഐൻ എന്താവണം? പഠിക്കണം. സിഫത്തുകൾ നമ്മൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് ആ ഐൻ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജും പ്ലസ് കുറച്ച് സിഫത്തുകളും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഐൻ പറയുന്ന നോക്കിയേ, തൊണ്ടയുടെ മദ്യം എല്ലാവർക്കും അറിയാം അല്ലേ? തൊണ്ടയുടെ മദ്യം, അതിൻ്റെ സിഫത്ത് 4 ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ജഹ്റുണ്ട്, തവസ്സുത്ത്, ഇസ്തിഫാലുണ്ട്, ഇൻഫിതാഹ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ജഹ്ർ ഹൈനിൻ ജഹ്ർ ഇസ്തിഫാൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് വേണം മൂളാൻ കേട്ടോ. എന്നിട്ട് ഈ ഐൻ എന്ന ഹർഫുണ്ടല്ലോ, ഐൻ ആ ഐനിൻ്റെ വായിച്ചു തരുന്ന ഉദാഹരണം ശ്രദ്ധിച്ചു നിങ്ങൾ വായിക്കണം. കേൾക്കണേ. ഐനിൻ ഫത്ഹും കസ്റും ദമ്മും ശദ്ദും അതൊക്കെ കൊടുത്ത് ഉദാഹരണങ്ങൾ വായിക്കും കേട്ടോ. ഞാനൊന്ന് വായിച്ചു തരും, അത് കേട്ട് നിങ്ങൾ വായിക്കണം. ഓക്കെ? ബിസ്മില്ലാഹ്. വായിക്കല്ലേ? റബ്ബിൽ ആലമീൻ. ഒരിക്കൽ അല്ല അത് പറ്റൂല. കുറച്ച് ആളുകൾ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റൂല. എല്ലാവരും ഓതണം. റബ്ബിൽ ആലമീൻ. അൻഅംത അലൈഹിം. ഒന്നുകൂടെ. അൻഅംത അലൈഹിം. കുറച്ച് ആളുകൾക്ക് അൻഅംത ശരിയായി, പക്ഷേ അലൈഹിം അലൈഹിം ആയിപ്പോയി. പറ്റില്ല. അൻഅംത അലൈഹിം വഇയ്യാക നസ്തഈൻ. എല്ലാവരും ഓതൂ. അടുത്ത് നോക്കിയേ. നിഅമ്മാ യഇദുകും.
നിഇമ്മേ, അതെന്ത് ഇമ്മേ? പറ്റൂല. നിഇമ്മ യഇദുകും, വയംനഊനൽ മാഊൻ. ഒന്നുകൂടെ എൻ്റെ കൂടെ വയംനഊനൽ മാഊൻ. തത്വലിഉ അലാ, ഇല്ല ഒന്നുകൂടെ. തത്വലിഉ അലാ യദുഉൽ യതീം. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? യദുഉ എന്നോ? യദുഉ ശരിക്കും നോക്കിയേ, കിതാബ് കയ്യിലില്ലേ? നോക്കിയേ, ദാലിൻ്റെ ഹർക്കത്ത് എന്ന് നോക്കിയേ. ഇല്ലല്ല, ദാലിന് എന്താണ്? ദമ്മാണ്. പിന്നെ ഐനിന് എന്താണ്? ഷദ്ദാണ്. ഐനിന് ഷദ്ദ് വരുമ്പോൾ എങ്ങനെ വായിക്കണം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? യസ്സഅദു എന്നുള്ളതിൽ ഐനിന് ഷദ്ദ് കൊടുത്തു പറഞ്ഞിടണം. ഐനിന് ഷദ്ദ് വരുമ്പോൾ അത് ഹംസായി മാറാതെ മൊഴിഞ്ഞിടണം. ഇതുപോലാണ് യദുഉവിലും പിൻവലാ തുസഇർ എന്നതിലും ഇവിടം സുലഭം. യദുഉ വയദുഉ ഇങ്ങനെ ഓതുന്നു പലരും. പാട്ട് മുമ്പ് പാടി തന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ? ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്ത് വേണം? ശ്രദ്ധിച്ച്. യദുഉൽ യതീം ഇയ്യാക നഅ്ബുദു. ഒന്നുകൂടെ കേൾക്കി. ഇയ്യാക നഅ്ബുദു. യെസ്, ഇത്രയും ഉദാഹരണങ്ങൾ ഇപ്പോൾ നിങ്ങൾ വായിച്ചല്ലോ. ഇനി എന്തുണ്ട്? ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് പാട്ടാണെന്ന് അറിയോ നിങ്ങൾ? അല്ലാഹ് വരുന്നു റബീഉൽ അവ്വൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉ വരുന്നില്ലേ? വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മൗലിദൊക്കെ ഓതണം, സംഭവമാക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന കാവ്യമാണ് ലോകപ്രശസ്തമായ അല്ലഫൽ അലിഫ്. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും അല്ലഫൽ അലിഫ്. ഈ അല്ലഫൽ അലിഫ് എന്ന് പറയുന്ന ഈ പ്രവാചക പ്രകീർത്തന കാവ്യം അത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് അന്തി ഉറങ്ങുന്ന ആരാണ് രചിച്ച ആളെ പേര്? ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു. അവർ രചിച്ച ഭയങ്കര അർത്ഥമുള്ള വളരെ സുപ്രസിദ്ധമായ കവിതയാണ്. അത് വലിയ അത്ഭുതം കൂടെയാണ്. അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ വരി എന്ന തോതിലാണത് രചിച്ചിട്ടുള്ളത്. അത് ചൊല്ലിപ്പഠിച്ചാൽ അക്ഷരങ്ങളും ക്ലിയറാവും, പ്ലസ് മുത്തുനബിൻ്റെ മദഹ് പാടിയ കൂലിയും കിട്ടും. അപ്പോൾ ഐൻ എന്ന അക്ഷരത്തിന് അല്ലഫൽ അലിഫുവിൽ കൊടുത്ത വരി അത് നമ്മളൊന്ന് ചൊല്ലി വെക്കാം. നോക്കിയേ, ഞാനൊന്ന് ചൊല്ലട്ടോ, നിങ്ങൾ ചൊല്ലണം കേട്ടോ, കേൾക്കണേ. ഐനു ഐനിൻ ഐനു ഹഖ്ഖിൻ ഐനു അയ്യാനിൻ ഫമാ ഐനുൻ തറാബിദൻ അദീല മൻ ഇലൽ മാലിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ട്യൂണിലേ ഒന്നുകൂടി ചൊല്ലിക്കുക. എൻ്റെ കൂടെ ചൊല്ലിക്കുക എല്ലാവരും. എൻ്റെ കൂടെ തന്നെ ഏയ് എല്ലാവരും. ഐനു ഐനിൻ ഐനു ഹഖ്ഖിൻ ഐനു അയ്യാനിൻ ഫമാ ഐനുൻ തറാബിദൻ അദീല മൻ ഇലൽ മാലിയാൽ. നിങ്ങൾ സ്വന്തം ചൊല്ലിക്കേ. ഐനു ഐനിൻ ചൊല്ലൂ എല്ലാവരും. അല്ല, ഐനു തറ പോരാ. അല്ലല്ല, ഐനുൻ തറാബിദൻ അദീല മൻ ഇലൽ മാലിയാൽ. ഇത് കുറേ തവണ ചൊല്ലി ഉഷാറാക്കണം കേട്ടോ. അത് അറബിയിലുള്ളത്.
ഏത് ഐൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. നോക്കിയേ ഞാനിപ്പോൾ പറഞ്ഞു എന്ത്, ഈ ഒരു 3 ക്ലാസ്സിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള അക്ഷരങ്ങളുടെ അഭ്യാസം കുറേ നടക്കും. ഇത് കഴിയുന്നതോടുകൂടി പിന്നെ ഖുർആൻ ഓത്തിൽ എവിടെയും ഐൻ ശരിയാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല. ടോ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ക്ലിയറാക്കി അങ്ങ് പോകണം. അതിന് അറബിയിലുള്ള ഒരു പാട്ട് പാടിത്തന്നു, അതായത് ബൈത്ത് ചൊല്ലിത്തന്നു. ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു, കേട്ടു, വായിച്ചു, പഠിച്ചു. ഇനി പോരാത്തതിന് ഇതാ മലയാളത്തിൽ ഒന്നും കൂടെ വേണോ? നോക്കിയേ, ഐനു പറഞ്ഞു പഠിക്കൂ, എന്നു പറഞ്ഞോളൂ, ഫഅല ഫുഇല യഫ്ഉലു ഫഅലൻ ഐനു തെളിച്ചു പറഞ്ഞോളൂ. എങ്ങനെ? ഐനു പറഞ്ഞു പഠിക്കൂ, എന്നു പറഞ്ഞോളൂ, ഫഅല ഫുഇല യഫ്ഉലു ഫഅലൻ ഐനു തെളിച്ചു പറഞ്ഞോളൂ. ഇതും ചൊല്ലി പഠിക്കന്നെ. അങ്ങനെ പറഞ്ഞ് ഐനു പറഞ്ഞു പഠിച്ചിടണേ, ഐനാവുന്നതൊഴിച്ചിടണേ, എന്നൊരുപാട് പറഞ്ഞു രസിച്ചിടണേ. അങ്ങനെയുണ്ട്. ഐനാവും ശരിയാവണം. ഐനാണ് പലർക്കുള്ള പ്രശ്നം, അത് ഹംസയായി പോകുന്നു. ടോ അതുകൊണ്ട് എന്ത് വേണം? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഐൻ എന്ന ഹർഫ് കഴിഞ്ഞു. നെക്സ്റ്റ് ഹ ആണ്. ഹ എന്താ ഹാഇന്? കുറേ ആളുകൾക്ക് ഹ ഒക്കെ ഹ ആണ്. എന്നിട്ട് റഹ്മാനായ തമ്പുരാനെ എങ്ങനെ? റഹ്മാനായ തമ്പുരാനെ അർഹമുറാഹിമ. അല്ലാഹ്, എന്താണ് അർഹമുറാഹിമാണ്? അർഹമുറാഹിമാകണത് റഹ്മാനായ റബ്ബാണ്, റഹ്മാനായ റബ്ബാണത്. പഠിച്ചോനെ എന്താ ചെയ്യുക? അതുകൊണ്ട് ബിസ്മി തന്നെ ചില ആളുകൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറ്റൂല. അതുകൊണ്ട് ഇനി മുതൽ ഹാഇന് തലവേദന ഉണ്ടാകാൻ പാടില്ല. ഹാഇന് അല്ലെങ്കിലും തലവേദന ഉണ്ടാവില്ല. ഹാ പറയുന്നത് നമുക്കാ തലവേദന വരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹാ കേട്ടോളൂ. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഐൻ പോലെ തന്നെ വരുന്ന അക്ഷരമാണ്. അതിന് ഇൻഫിതാഹുണ്ട്, ഇസ്തിഫാലുണ്ട്, റിയഹുണ്ട്, ഹംസുണ്ട്. സിഫത്തുകൾ പരിശോധിക്കുക, ഇതിങ്ങനെ തന്നെയല്ലേ എന്നുള്ളത് പരിശോധിക്കുക. എന്നിട്ടോ ഉദാഹരണങ്ങൾ ഞാൻ വായിക്കാം, അത് കേട്ടു നിങ്ങൾ വായിക്കണം. നോക്കി, അൽ ഹാഖ. യെസ്, അത് ഖാഫായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അൽഹംദുലില്ലാഹ് പറഞ്ഞെല്ലാവരും. എന്താ കുറച്ച് ആളുകൾക്ക് പറയാൻ ഒരു അൽഹംദുലില്ലാഹ് പറയൂ. അർറഹ്മാനിർ റഹീം എല്ലാവരും. അതിൽ കുറച്ചാളുകളുടെ എന്ന അർറഹ്മാനിൻ്റെ ഹായ് ശരിയായിട്ടുണ്ട്. പക്ഷേ റഹീമിൻ്റെ അവിടെ എത്തിയപ്പോഴോ റഹീമായി പോയിട്ടുണ്ട്. കുറച്ചാൾക്ക് തല കുത്തനെയുണ്ട് അല്ലേ? എങ്ങനെയപ്പോൾ അത് അർറഹ്മാനിയിലെ ഹായ് ശരിയാവാതെ റഹീമിലത് ശരിയായിട്ട് അത് ശരിയാ ഒന്നും വലിയ പറ്റില്ല. നോക്കി, അർറഹ്മാനിർ റഹീം. നിങ്ങളൊന്നും ഇങ്ങനെ അടി നോക്കി പറഞ്ഞേ. ചിരിക്കുകയാണല്ലോ, ചിരിക്കാനല്ലോ. നോക്കി, പറഞ്ഞു പഠിക്കാൻ എന്തുണ്ടൊരു വഴി മക്കൾ കേട്ടോളൂ. എന്നാവർത്തിച്ചു പറഞ്ഞു പഠിച്ചോളൂ. ശരിയാവണമെങ്കിൽ ശീലിക്കണം, പറഞ്ഞ്. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കിയേ. തർമീഹിം ബിഹിജാറ. എല്ലാവരും വായിക്കും. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. സ്ക്രീനിലുണ്ട്, നോക്കി വായിക്കി. ഒന്നുകൂടെ. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും.
ഇത് അക്ഷരങ്ങളെക്കുറിച്ചുള്ള അക്ഷരങ്ങളെക്കുറിച്ചുള്ള ലാസ്റ്റ് പാഠങ്ങളായതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുക്കുന്നത് കേട്ടോ. നമ്മൾ റിസ്ക് എടുക്കുകയല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സോറി. നോക്കിയേ, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. വലാ യഹു എന്ത് യഹു? വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ഓതു. സഹാരിൻ അലീം. ആരോ സഹാർ പറഞ്ഞോ? ഇല്ലല്ലോ, അത് പുള്ളിയല്ല, അത് ഹായിൻ്റെ മേലുള്ള ശബ്ദാണ്. ഇന്നാ നഹ്നു നുഹ്യി. ഇല്ല ഒന്ന് കേട്ടെ. ഇന്നാ നഹ്നു നുഹ്യി. ക്ലിയർ ആവുന്നുണ്ട്. ചില ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് ഓതുമ്പോഴേ ഇന്നാ നഹ്നു നുഹിയിൽ മൗത്ത. നഹ്നു നുഹി, എന്ത് നഹ്നു നുഹി? സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഹ എന്നെ പറയണം. ഹാ പറയുന്നിടത്ത് ഹാ പറഞ്ഞാലും ഹാ പറയുന്നിടത്ത് ഹാ പറഞ്ഞാലും പറ്റൂല. നേരത്തെ പറഞ്ഞ അല്ലഫൽ അലിഫ് നോക്കിയേ അതിലുള്ള ഹാഇന് കൊടുത്ത ലൈൻ നോക്കൂ സ്ക്രീനിലേക്ക് നോക്കിയേ. ഹുബ്ബു ഹിബ്ബി ഹബ്ബതൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബുഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മഹാലി ഹാൽ. ഇല്ല, എൻ്റെ കൂടെ ഒന്നും കൂടെ ചൊല്ലിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി. നോക്കി, എൻ്റെ കൂടെ ചൊല്ലുണ്ടോ? റെഡി? ഹുബ്ബു ഹിബ്ബി ഹബ്ബതൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബുഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മഹാലി ഹാൽ. ചൊല്ലിക്കേ. ചില ആളുകൾക്ക് ലുബി കൽബി എന്നുള്ള കൽബ് കെൽബയിണോന്ന് സംശയമുണ്ട്. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഒരു സംശയം ഇങ്ങനെ. അതേപോലെ ഹുബൂബുഹ, ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഹുബൂബുഹൻ്റെ തുടക്കത്തിൽ ഹു ആയതുകൊണ്ട് പിന്നെ ഹുബൂബ് ആയോന്ന് തോന്നി. വെറുതെ ഒരു തോന്നലായിരിക്കും അല്ലേ, വെറുതെ തോന്നിക്കറിയില്ല. ഏതായാലും കേട്ടോ, ഒന്നും കൂടെ എൻ്റെ കൂടെ നോക്കിയേ. ഹുബ്ബു ഹിബ്ബി ഹബ്ബതൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബുഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മഹാലി ഹാൽ. യെസ്, അടിപൊളിയായില്ലേ? ഹാ, ഓരോ വരിയിലും എത്ര ഹാ ഉണ്ടെന്നൊക്കെ സൗകര്യം പോലെ എണ്ണി നോക്കണം കേട്ടോ. ഇനി എൻ്റെ മലയാളം കിട്ടണ്ടേ? മലയാളം അർത്ഥമല്ല, ഹാ ഉള്ള വരി നോക്കിയേ. ഹാ പറഞ്ഞു പഠിക്കാൻ എന്നൊന്നു പറഞ്ഞോളൂ. ഹീഹു റഹ്മാനു റഹീം എന്നാവർത്തിച്ചു പറഞ്ഞോളൂ. ഹീഹു ഹൻ ഹീഹു ഹീഹു ഹൻ ഹീഹു. സ്ക്രീനിൽ നോക്കിയിട്ട് കൂടെ എൻ്റെ കൂടെ ഒന്നുകൂടെ ഹാ പറഞ്ഞു പഠിക്കാൻ എന്നൊന്നു പറഞ്ഞോളൂ. ഹീഹു റഹ്മാനു റഹീം എന്നാവർത്തിച്ചു പറഞ്ഞോളൂ. ഹീഹു ഹൻ ഹീഹു ഹൂ. കറക്റ്റ്, രണ്ടെണ്ണായി. ഇത് ഐനും ഹായി. അടുത്ത ഹർഫ് ഗൈൻ. തൊണ്ടയുടെ മേലെ അറ്റമാണ് മഖ്റജ്. ഇൻഫിതാഹും ഇസ്തിഅലാഉം റിഖ്വും ജഹ്റുള്ള ഹർഫാണ് ഗൈൻ. നോക്കൂ. വമിൻ ശർരി ഗാസിഖിൻ. എങ്ങനെ? ഒതുക്കെ ഗൈരിൽ മഗ്ദൂബി. അല്ലല്ല, ഗൈരിൽ മഗ്ദൂബി. ആരാ മഗ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു റിഹു പോകാൻ പാടില്ല. ഗൈരിൽ മഗ്ദൂബി
വമാ യംബഗീ ലഹ്. ഓതു അല്ല, എംബഗി അല്ല, എംബസി എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞ പോലെ എംബഗി അങ്ങനെയുണ്ടോ സംശയമുണ്ട്. എംബസി അല്ല കേട്ടോ. വമാ യംബഗീ ലഹ്, യംബഗീ ലഹ്. വഅലാ അബ്സാരിഹിം ഗിശാവഹ. മദ്ദു പോയോ? വഅലാ അബ്സാരിഹിം ഗിശാവഹ വബ്തഗൂ മിൻ ഫളില്ലാഹ്. ഒന്നുകൂടെ എൻ്റെ കൂടെ. വബ്തഗൂ മിൻ ഫളില്ലാഹ്. അടുത്ത ഉദാഹരണം നോക്കിയേ. ഫജഅലഹു ഗുസാഅൻ അഹ്വാ. മദ്ദ് പോകരുത്. നോക്കിയേ, നോക്കിയേ. ഫജഅലഹു ഗുസാഅൻ അഹ്വാ. എന്ത് സംഭവം എന്താ അറിയോ? നോക്കിയേ, ഇവിടെ നമ്മൾ ഗൈനാണല്ലോ പഠിക്കുന്നത്. ഗൈൻ. അപ്പം ആ ഗൈൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഗൈൻ മാത്രം ശ്രദ്ധിച്ച് അഹ്വ എന്നുള്ള ഹാ, അത് നേരത്തെ പഠിച്ചതാണ്, അത് അഹ്വയായ മൂന്നാളുകൾ ഉണ്ടാവും. മൂന്നാളുകൾ. ഫജഅലഹു ഗുസാഅൻ അഹ്വ. പഠിച്ചു പോകുന്ന അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആവണ്ടേ? അടുത്തത് മാ അഗ്നാ അൻഹു ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫഹ. അങ്ങനെ ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫഹ. യെസ്. ഇനി നോക്കിയേ. അല്ലഫൽ അലിഫു. غيث غيث غوث عالم غياث الأصفياء غين قلب غاب عن حب من الأشغال غال. കണ്ടില്ലേ? എൻ്റെ കൂടെ ഒന്ന് മൂളിക്കേ. غيث غيث غوث عالم غياث الأصفياء غين قلب غاب عن حب من الأشغال غال. പാടണം, പ്രാക്ടീസ് ആവണം, ചെയ്യണം. മലയാളം കേട്ടുള്ളൂ. മലയാളം നോക്കി. ഗൈരിയിലും മഗ്ദൂബിയിലും ഗൈനാണെന്നോർത്തു പറഞ്ഞിടണേ. ഗാഗീഗു എന്നിങ്ങനെ വായ നിറഞ്ഞു പറഞ്ഞു പഠിച്ചിടണേ. ഗാഗീഗൂഗൻ ഗാഗീഗു ഗാഗീഗൂഗൻ ഗാഗീഗു. അല്ലേ? ആയി. ഒരു ഹർഫും കൂടെ നമുക്ക് പറയാം. പറയാം. അതാണ് ഖാ. ഏതാണ്? ഖാ. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖായും തൊട്ടു മുമ്പ് പറഞ്ഞ ഗൈനും ഇസ്തിഅലാഇൻ്റെ ഹർഫാണെന്നുള്ള ഓർമ്മ കൂടെ വേണേ. വായ നിറഞ്ഞു പറഞ്ഞു പഠിച്ചിടണേ. നോക്കിയേ, തൊണ്ടയുടെ മേലെയാറ്റം തന്നെയാണ് ഖാൻ്റെ മഖ്റജ്. ഹംസുണ്ട്, റിഖ്വുണ്ട്, ഇസ്തിഅലാ ഉണ്ട്, ഇൻഫിതാഹുണ്ട്. ഖാലിദീന ഫീഹാ. എങ്ങനെ? ഖാലിദീന ഫീഹാ. യെസ്. മിൻ ശർരി മാ ഖലഖ്. എങ്ങനെ? ഖലഖ്. ഖാഫിന് ഖൽഖല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഖുതബ ജന്നഞ്ചക്ഷരമിൽ ഖൽഖലത്ത് കൊടുത്തിട്ടോതേണം. അത് ഇത് ഇങ്ങനെയായി മുഴക്കി പറയണമെന്ന് പാടിയില്ലേ? നമ്മൾ പറയണമെന്ന് പാടില്ലേ? എന്നിട്ടെന്താ ഇവിടെ? ഖലഖ്. അഖീ ഹാറൂൻ. സ്ക്രീനിൽ നോക്കി എല്ലാവരും വായിക്കൂ. أأتخذ من دونه وتخونوا أماناتكم وادخلي جنتي
എല്ലാവരും വദ്ഖുലി ജന്നതി നഫ്സും മാ ഖദ്ദമത് വഅഖറത്. കണ്ടോ ഖായിന് ശദ്ദ ഇല്ലല്ല, ഒന്ന് കേൾക്ക്. നഫ്സും മാ ഖദ്ദമത് വഅഖറത് മിർ റഹീഖിൻ മഖ്തൂം. മിർ റഹീഖിൻ മഖ്തൂം. എല്ലാവരും പറയുന്നുണ്ടോ? ഇനി പാടിക്കോളൂ എല്ലാവരും. ഖാൻ്റെ വരി ഒന്ന് കേൾക്കുക ആദ്യം, എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കേട്ടോളൂ. ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിസ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. എത്ര ഖാഡിലെ 1 2 3 4 5 6 7 8 9 10 11 12 ഖാണ്ട് ആ വരിയിൽ അല്ലേ? എൻ്റെ കൂടെ ചൊല്ലിക്കുക, എൻ്റെ കൂടെ ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിസ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചൊല്ലിക്കേ. ഖല്ലി ഖല്ലി അതൊക്കെ ഇടയിലൊക്കെ ഓരോന്ന് പോയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു വട്ടം ഫസ്റ്റ് അല്ലഫൽ അലിഫൊക്കെ ഫസ്റ്റ് കാണുന്ന ആളുകളുണ്ടാവുകയെ സാരല്ല. യൂട്യൂബിൽ അല്ലഫൽ അലിഫ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അതിൻ്റെ ബെയ്ത്തും അതിൻ്റെ വരികളൊക്കെ കാണും. ചൊല്ലിപ്പടിക്കുക. യൂട്യൂബൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ളതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി അതിൻ്റെ മലയാളം കേട്ടോളൂ. ഹായിനുമേലൊരു പുള്ളി വരുമ്പോഴുള്ളത് ഹാ എന്നറിയണേ. ഹാ എന്നിങ്ങനെ വായ നിറഞ്ഞു വരുന്നൊരു ഹൂഹി പറയണേ. ഹാ ഹീ ഹൂഹൻ ഹാ ഹീ ഹൂ ഹാ ഹീ ഹൂഹൻ ഹാ ഹീ ഹൂ. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പാടുമെന്നോ? പാടാം. ഒന്നും കൂടെ പാടാം, രണ്ടും കൂടെ പാടാം, മൂന്നും കൂടെ പാടാം. പക്ഷേ ഒരു നിബന്ധന ഉണ്ടേ, 4-ാം തവണ നിങ്ങൾ പാടണം ഇതേപോലെ. നോക്കിയേ. ഹായിനുമേലൊരു പുള്ളി വരുമ്പോഴുള്ളത് ഹാ എന്നറിയണേ. ഹാ എന്നിങ്ങനെ വായ നിറഞ്ഞു വരുന്നൊരു ഹൂഹി പറയണേ. ഹാ ഹീ ഹൂഹൻ ഹാ ഹീ ഹൂ ഹാ ഹീ ഹൂഹൻ ഹാ ഹീ ഹൂ. യെസ്, ഇതുപോലെ ചൊല്ലുക. 4 ഹർഫുകളുടെ വമ്പൻ പ്രാക്ടീസാണ് നമ്മൾ നടത്തിയത് അല്ലേ? അതെല്ലാവരും ഈ ക്ലാസ് ഒരു വട്ടം കേട്ടാലൊന്നും പോരാ, എണ്ണം ഞാൻ പറയുന്നില്ല, ശരിയാവുന്നവരെ കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് നമുക്ക് നിർത്താം. ഇന്ന് നമ്മൾ ഓതിയിട്ടില്ല അല്ലേ? എത്രയോ ഓതിയിട്ടില്ല എന്നല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഓതിയില്ലേ? ഓത്ത് ശരിയാക്കാനുള്ള എല്ലാ സംഗതികളും നമ്മൾ നടത്തി. 4 ഹർഫുകളെ കുറിച്ച് ഇനി ചർച്ചയില്ല കേട്ടോ, ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. പഠിച്ചവനെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതും പാടിയതൊക്കെ നിൻ്റെ കലാമാകുന്ന ഖുർആൻ അത് തെറ്റുകൂടാതെ ഓതാനും അത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് റബ്ബേ. ഞങ്ങൾ പറഞ്ഞ ഓരോ ഹർഫും ഞങ്ങൾ പാടിയത് ഹാ ഹി ഹു ഹൻ ഹാ ഹി ഹു ഇതൊക്കെ വലിയ ദിക്റായി ഞങ്ങൾ ഓർക്കുകയാണ്. നിൻ്റെ കലാമിൻ്റെ ഖുർആനിൻ്റെ പാരായണത്തിന് സഹായകമാകാൻ വേണ്ടി അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, നിൻ്റെ കലാം ഖുർആൻ ഷാഫിയ ആയി സ്വർഗത്തിലെത്തുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله
وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة